പെരിഞ്ഞനം തീരോത്സവം 2015 മെയ് 1 മുതൽ 10 വരെ വിവിധ പരിപാടികളോടെ ആഘോഷിക്കുകയാണ്. ഈ ആഘോഷങ്ങൾക്കിടയിലും തിര നടത്തുന്ന കാരുണ്യ പ്രവർത്തനമാണ് പെൻഷൻ പദ്ധതി. പെരിഞ്ഞനം ഗ്രാമത്തിലെ 15 വാർഡുകളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്ന 30 ദരിദ്രരായ മാറാരോഗികളെ കണ്ടെത്തി അവർക്ക് 1000 രൂപ വീതം പ്രതിമാസം പെൻഷൻ കൊടുക്കുന്ന പദ്ധതിയാണ് തിര ചാരിറ്റി. മെയ് 1 തിര ഉദ്ഘാടന ദിനത്തിൽ ഈ രോഗികൾക്കുള്ള ധനസഹായ വിതരണത്തോടെ തിര തീരോത്സവം ആരംഭിക്കും. ഈ ജീവകാരുണ്യ പ്രവർത്തനത്തിൽ പങ്കാളികളാകുവാൻ താങ്കളെയും താങ്കളുടെ സ്ഥാപനത്തെയും വിനയപൂർവ്വം ഞങ്ങൾ ക്ഷണിക്കുന്നു. കുട്ടൻ അരവീട്ടിൽ 64 വയസ്സ്, 5-ാം വാർഡിലെ താമസക്കാരനാണ്. 11 വർഷം മുൻപ് ഓട്ടോറിക്ഷ അപകടത്തിൽ പരിക്കുപറ്റി. 3 ഓപ്പറേഷൻ നടത്തിയെങ്കിലും നടക്കാൻ കഴിയാത്ത വിധം കാലുകൾ തകരാറിലായി. മൂത്രവിസർജനം ഇപ്പോൾ ട്യൂബ് വഴിയാണ് നടക്കുന്നത്. കൗസല്യരാമൻ പള്ളത്ത്, 80 വയസ്സ്, 1-ാം വാർഡിലെ താമസക്കാരിയാണ്. ഇപ്പോൾ തളർന്ന് അബോധാവസ്ഥയിൽ. ഒരു മകൻ ആത്മഹത്യ ചെയ്തു. പകൽ മുഴുവൻ ഇവരുടെ ജീവിതം ഒറ്റയ്ക്കാണ്. ഓമന നാരായണൻ, കിഴക്കേ വളപ്പിൽ വീട്, 30 വയസ്സ്, 2-ാം വാർഡിലെ താമസക്കാരിയാണ്. മാനസിക വൈകല്യമുള്ള സ്ത്രീയാണ് ഇവർ. അച്ഛനാകട്ടെ TB രോഗിയും അമ്മ പാർക്കിൻസൺസ് രോഗിയാണ്. രമണി നാരായണൻ, കിഴക്കേ വളപ്പിൽ, 65 വയസ്സ്, 2-ാം വാർഡിലെ താമസക്കാരിയാണ്. രക്തസമ്മർദ്ദം കൂടി തളർച്ച ബാധിച്ച് കിടപ്പിലാണ്. ഒരു മകനാകട്ടെ മാനസിക വൈകല്യമുള്ളവനും. ചെറിയ വീട് പണി തീരാതെ കിടക്കുന്നു. ഇപ്പോൾ ഇവർക്ക് ട്യൂബ് ഇട്ടിട്ടുണ്ട്. കൊച്ചമ്മണി മുറ്റിച്ചൂർ, 82 വയസ്സ്, 3-ാം വാർഡിലെ താമസക്കാരിയാണ്. അമ്മയും മകനും മാനസിക വൈകല്യമുള്ളവരാണ്. തകർന്നു കിടക്കുന്ന വീടാണ് ഇവരുടേത്. മിഥുൻ തോട്ടുപുറത്ത്, കേവലം 18 വയസ്സു മാത്രമാണ് പ്രായം, 4-ാം വാർഡിലെ താമസക്കാരൻ. ജനിക്കുമ്പോൾ കാലുകൾ മുകളിലേക്ക് മടങ്ങിയിരുന്നതിനാൽ 8 ഓപ്പറേഷനുകൾ നടത്തിയെങ്കിലും കാൽമുട്ടുകൾക്ക് ചിരട്ടയില്ലാത്തതിനാൽ നടക്കാൻ കഴിയില്ല. അച്ഛനും അമ്മയും കൂലിവേല ചെയ്യുന്നു. വളരെ ചെറിയ വീടാണ് ഇവരുടേത്. രവീന്ദ്രൻ മച്ചിങ്ങൽ, 51 വയസ്സ് പ്രായം, 4-ാം വാർഡിലെ താമസക്കാരൻ. ശരീരത്തിൻ്റെ ഒരു ഭാഗം തളർന്ന് നടക്കാൻ കഴിയാതെ ആയിരിക്കുന്നു. ഭാര്യയാകട്ടെ രോഗിണിയാണ്. പണമില്ലാത്തതിനാൽ ഇവരുടെ ചികിത്സ നിന്നുപോയിരിക്കുന്നു. ഷിഹാജ് വെള്ളേക്കാട്ട്, 23 വയസ്സാണ് ഇയാളുടെ പ്രായം, 5-ാം വാർഡിലെ താമസക്കാരനാണ്. ജന്മന സംസാരിക്കുവാനോ നടക്കുവാനോ സാധിക്കാത്ത ഒരു നിത്യരോഗിയാണ് ഷിഹാജ്. ഉമ്മ മുഴുവൻ സമയവും ഈ മകനെ കാത്തുസൂക്ഷിച്ച് കഴിയുകയാണ്. ഉപ്പയ്ക്കാകട്ടെ കൂലിപ്പണിയും. അഷ്റഫ് കറപ്പം വീട്ടിൽ, 55 വയസ്സാണ് ഇയാളുടെ പ്രായം, 5-ാം വാർഡിലെ താമസക്കാരൻ. ഹൃദ്രോഗിയാണ്, കൂടാതെ ആസ്മയും. ഭാര്യ ഫാത്തിമ, 40 വയസ്സ്. ഇവരുടെ ഹൃദയവാൽവ് ചുരുങ്ങിയതിനാൽ ഓപ്പറേഷൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. സാമ്പത്തിക പ്രശ്നത്താൽ അത് നടത്തുവാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല. നാരായണൻ പള്ളിത്താഴത്ത്, 52 വയസ്സാണ് പ്രായം, 6-ാം വാർഡിലെ താമസക്കാരൻ. കാറിടിച്ച് തലയ്ക്കും വാരിയലിനും പരിക്കുപറ്റി കിടപ്പിലാണ്. മകനും വാഹനാപകടത്തിൽ പരിക്കുപറ്റി ചികിത്സയിലായിരുന്നു. പണി തീരാത്ത വീട്. ഷാജി കുമ്പളത്ത് വിതയത്തിൽ, 36 വയസ്സാണ് പ്രായം, 6-ാം വാർഡിലെ താമസക്കാരൻ. വർഷങ്ങൾക്ക് മുൻപ് വാൽവ് മാറ്റിവെച്ചയാൾ. തലയിൽ ട്യൂമർ ഓപ്പറേഷൻ നടത്തി കിടപ്പിലാണ്. പരസഹായമില്ലാതെ ഇയാൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. അവ്യക്തമായി സംസാരിക്കുവാൻ കഴിയൂ. മരുന്നിന് മാസം തോറും 5000 രൂപയോളം ചിലവ് വരുന്നു. തീരെ ചെറിയ വീട്. പ്രായമായ അച്ഛൻ, അവിവാഹിതൻ. അനുജനാകട്ടെ ശാരീരിക മനോവൈകല്യമുള്ള വ്യക്തി കൂടിയാണ്. ഇന്ദിര പുന്നപ്പുള്ളി, 65 വയസ്സ്, 7-ാം വാർഡിലെ താമസക്കാരി. ഇവർ വിധവയാണ്, ഹൃദ്രോഗി. സംസാരശേഷി നഷ്ടപ്പെട്ട് തളർന്ന് കിടപ്പിലാണ് ഇവർ. പൂർത്തിയാകാത്ത വീട്. നാരായണി ചന്ദ്രപുരയ്ക്കൽ, 82 വയസ്സാണ് പ്രായം, 7-ാം വാർഡിലെ താമസക്കാരിയാണ്. ഇവർ ഈ പ്രായത്തിൽ വീണ് എല്ലുപൊട്ടി കിടപ്പിലാണ്. ഫാത്തിമ ചങ്ങലെഴുത്ത്, 67 വയസ്സാണ് ഇവരുടെ പ്രായം, 8-ാം വാർഡിലെ താമസക്കാരിയാണ്. കടുത്ത ആസ്മ രോഗിയാണ്. രക്തസമ്മർദ്ദം കൂടുതലായതിനാലും അതിൻ്റെ അസ്വസ്ഥതകൾ ഇവർക്കുണ്ട്. ഇവർ താമസിക്കുന്നതാകട്ടെ ഒരു ചെറിയ വീട്ടിലും. ഫൈസൽ ഉണ്ണിച്ചിരിയാട്ട്,
46 വയസ്സാണ് ഫൈസലിന്റെ പ്രായം. 8-ാം വാർഡിലെ താമസക്കാരനാണ്. 10 വർഷം മുൻപ് പനി വന്ന് തളർന്നു വീണു. കാലുകൾക്കാകട്ടെ തീരെ ബലമില്ല. വാക്കർ സഹായത്തോടെയാണ് ഇയാൾ നടക്കുന്നത്. അഷ്റഫ് പള്ളിപ്പാടത്ത് 54 വയസ്സാണ് അഷ്റഫിന്റെ പ്രായം. 9-ാം വാർഡിലെ താമസക്കാരനാണ്. 19 വർഷം മുൻപ് ബ്രെയിൻ ട്യൂമർ നീക്കാൻ വേണ്ടി ശസ്ത്രക്രിയ ചെയ്തു. ഇപ്പോൾ ഹൃദ്രോഗി കൂടിയാണ്. ജോലിയൊന്നും ചെയ്യാൻ കഴിയുകയില്ല. എങ്കിലും CHC പരിസരത്ത് ചായ മാത്രം വിറ്റ് ജീവിക്കുന്നു. ഭാര്യ ഐഷാബി 48 വയസ്സാണ്. ഇവരുടെ യൂട്രസ് നീക്കം ചെയ്തു. വയറ്റിലെ 3 മുഴകൾ ശസ്ത്രക്രിയയിലൂടെ നീക്കം ചെയ്തിരിക്കുന്നു. 2 പേർക്കും കൂടി മരുന്ന് വാങ്ങാൻ ഏകദേശം 3500 രൂപയോളം പ്രതിമാസം ചിലവ് വരുന്നു. 3 സെന്റിൽ അപൂർണമായ ഒരു ചെറിയ വീടാണ് ഇവരുടേത്. അഷ്റഫ് വലിയകത്ത് 52 വയസ്സാണ് അഷ്റഫിന്റെ പ്രായം. 9-ാം വാർഡിലെ താമസക്കാരനാണ്. 6 വർഷം മുൻപ് രക്തസമ്മർദ്ദം കൂടി 2 കണ്ണുകളുടെയും കാഴ്ച നഷ്ടപ്പെട്ടു. ഇയാളുടെ ചികിത്സയ്ക്ക് മാത്രം 4000 രൂപയോളം പ്രതിമാസം ആവശ്യമാണ്. ചെറിയ ഓടിട്ട വീടാണ് അഷ്റഫിൻ്റേത്. ഇയാളുടെ ഉമ്മയാകട്ടെ ഒരു ക്യാൻസർ രോഗി കൂടിയാണ്. വിജയലക്ഷ്മി പ്രഭാകരൻ, അടിപറമ്പിൽ വീട്, വാർഡ് നമ്പർ 10, 62 വയസ്സാണ് പ്രായം. 8 മാസം മുൻപ് വീണ് പരിക്കുപറ്റി. ഇവർക്ക് സന്ധിവാതവും ഉള്ളതിനാൽ കിടപ്പിലാണ്. ഇവരുടെ ഭർത്താവ് പ്രഭാകരൻ 68 വയസ്സാണ് പ്രായം. ഭാര്യയുടെ ഓപ്പറേഷന് ശേഷം ഇയാൾക്ക് ഒരു സ്ട്രോക്ക് വന്നു. സംസാരശേഷി നഷ്ടപ്പെട്ടു. ഇവർ 2 പേരും ഒരു മുറിയിൽ കിടപ്പിലാണ്. ഭവാനി ചിരട്ടപ്പുരയ്ക്കൽ 63 വയസ്സാണ് പ്രായം. 10-ാം വാർഡിലാണ് ഇവർ താമസിക്കുന്നത്. ഹൃദ്രോഗം, പ്രമേഹം, പ്രഷർ എന്നിവയാൽ അബോധാവസ്ഥയിലാണ് ഇവർ. ഇവരുടെ സംസാരശേഷിയും നഷ്ടപ്പെട്ടിരിക്കുന്നു. പണി തീരാത്ത കൊച്ചു വീട്ടിലാണ് ഇവരുടെ താമസം. ഷീബ രാഘവൻ, ചേന്നമ്പുരയ്ക്കൽ വീട്, 40 വയസ്സാണ് ഇവരുടെ പ്രായം. 11-ാം വാർഡിലെ താമസക്കാരിയാണ്. വൃക്കരോഗിയാണ് ഷീബ. കൂടാതെ കുടലിൽ വ്രണവുമുണ്ട്. മകനാകട്ടെ കാഴ്ചക്കുറവുള്ള ഹൃദ്രോഗി. ഓലപ്പുരയിലാണ് ഇവരുടെ താമസം. ഭർത്താവ് ഭക്ഷണം പാകം ചെയ്തു വെച്ചതിനു ശേഷം കൂലിവേലയ്ക്ക് പോകുന്നു. ഇത് ഡാലിയ, കേവലം 13 വയസ്സ് മാത്രം പ്രായം. 11-ാം വാർഡിലെ താമസക്കാരിയാണ്. 8-ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ജന്മന ഹൃദ്രോഗി. 4 ഓപ്പറേഷൻ കഴിഞ്ഞ് പേസ് മേക്കറുടെ സഹായത്തോടെയാണ് ജീവിതം. പുഷ്പ ജയപാലൻ, ചക്കന്തറ, 12-ാം വാർഡിലെ താമസക്കാരിയാണ്. കഴിഞ്ഞ 6 വർഷമായി ഇവർ വൃക്കരോഗിയാണ്. ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതുവരെ 63 ഡയാലിസിസുകൾ ചെയ്തു കഴിഞ്ഞു. 3 സെന്റ് ഭൂമിയിൽ കൊച്ചു കൂരയിലാണ് ഇവരും രോഗിയായ ഭർത്താവും താമസിക്കുന്നത്. രാജൻ ചിരുകണ്ടത്ത്, 40 വയസ്സ് പ്രായം, 13-ാം വാർഡിലെ താമസക്കാരനാണ്. കഴിഞ്ഞ 10 വർഷമായി കമ്പവാത രോഗത്താൽ കൈകാലുകൾ തളർന്ന് സംസാരശേഷി നഷ്ടപ്പെട്ട് പരസഹായത്തോടെയാണ് ജീവിതം. ഭാര്യ തുന്നൽ ജോലി ചെയ്ത് ജീവിക്കുന്നു. ശൈലജ കണ്ണൻകാട്ടിൽ, 44 വയസ്സ്, 13-ാം വാർഡിലെ താമസക്കാരിയാണ്. കൃത്യമായ രോഗനിർണയം ചെയ്യാനാകാതെ കൈകൾ ശോഷിച്ച് വെളുപ്പ് ബാധിച്ച് സംസാരശേഷി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. 70 വയസ്സായ രോഗിയായ ജോലിയില്ലാത്ത ഭർത്താവും വിദ്യാർത്ഥിയായ മകനുമൊത്ത് ചെറിയ വീട്ടിലാണ് താമസം. ഇത് സുനിത, 33 വയസ്സ് പ്രായം, 14-ാം വാർഡിലെ താമസക്കാരിയാണ്. ഇരുവൃക്കകളും തകരാറിലായതിനെ തുടർന്ന് സഹായ സമിതി രൂപീകരിച്ച് വൃക്ക മാറ്റിവെച്ച് ചികിത്സ തുടരുന്നു. 8 വയസ്സായ മകൻ. ഒരു കൊച്ചു വീടാണ് ഇവരുടേത്. സലീം ശ്രാമ്പിക്കൽ, 37 വയസ്സാണ് പ്രായം, 14-ാം വാർഡിലെ താമസക്കാരനാണ്. ജീനിന്റെ തകരാർ മൂലം വളരെ അപൂർവമായി വരുന്ന സിസ്റ്റമിക് സ്ക്ലോറോസിസ് എന്ന രോഗത്തിന് അടിമ. ഹൃദയം, ശ്വാസകോശം, കരൾ, പേശികൾ ഇവയുടെയെല്ലാം പ്രവർത്തനം കൃത്യമല്ല. 24 മണിക്കൂറും ഓക്സിജൻ സിലിണ്ടറിന്റെ സഹായത്തോടെയാണ് ജീവിതം. മണി കിഴക്കേടത്ത്, 53 വയസ്സ്, ക്യാൻസർ രോഗിയാണ്. വിധവയാണ്. ഇവർക്ക് ആൺമക്കളില്ല. ഓപ്പറേഷനും കീമോതെറാപ്പിയും കഴിഞ്ഞു. സുനിൽ രാജ്, 24 വയസ്സ്, ജനനം മുതൽ ബധിരനാണ് സുനിൽ. വികലാംഗനാണ്. സംസാരശേഷിയില്ല, നടക്കില്ല. ഓപ്പറേഷന് ശേഷം കാഴ്ചശക്തി പൂർണ്ണമായും നഷ്ടപ്പെട്ടു. ഭവാനി ആലേക്കാരൻ, 70 വയസ്സാണ് ഭവാനിയുടെ പ്രായം. കണ്ണിനാകട്ടെ കാഴ്ചയില്ല. കാലുകളിൽ വ്രണം, അതായത് സോറിയാസിസ് പിടിപെട്ടിരിക്കുന്നു. ഒരേയൊരു മകൻ അപകടത്തിൽ മരണപ്പെട്ടു. തിര തീരോത്സവം 2015 മെയ് 1 മുതൽ 10 വരെ ആഘോഷിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, തിര 2015 അവിസ്മരണീയമാക്കുന്നതിന് നിങ്ങളെ ഏവരെയും ഞങ്ങൾ സാദരം ക്ഷണിക്കുന്നു. ഈ ജീവകാരുണ്യ പ്രവർത്തനത്തിൽ നിങ്ങൾക്കും പങ്കുചേരാം. ഒരൊറ്റ മനസ്സായി തോളോട് തോൾ ചേർന്ന് വരൂ, ഈ കൂട്ടായ്മയുടെ ഭാഗമാണ്.
സാമ്പത്തിക സഹായങ്ങൾ ഞങ്ങളുടെ സേവിങ്സ് അക്കൗണ്ടിലേക്ക് ദയവായി അയയ്ക്കുക.